പഹൽഗാം വിഷയത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളാകുന്നതിനിടെ ആയുധങ്ങളുമായി തുർക്കിയുടെ സൈനിക വിമാനങ്ങൾ പാകിസ്ഥാനിൽ എത്തിയതായി റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ്. തുർക്കി വ്യോമസേന ഉപയോഗിക്കുന്ന ഹെർക്കുലീസ് C-130 ചരക്ക് വിമാനമാണ് പാകിസ്ഥാനിൽ എത്തിയിരിക്കുന്നത്. പടക്കോപ്പുകൾ, ആയുധങ്ങൾ, ഡ്രോണുകൾ, ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ, ടാങ്ക്, വേദ മിസൈലുകൾ തുടങ്ങിയ ഇവ പാകിസ്ഥാനിൽ എത്തിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പാക് സൈന്യത്തിന്റെ പടക്കോപ്പുകളും മറ്റും കൈകാര്യം ചെയ്യുന്ന രഹസ്യ കേന്ദ്രങ്ങളിലുള്ള കറാച്ചിയിലാണ് വിമാനമെത്തിയത്. പാകിസ്ഥാനും തുർക്കിയും തമ്മിൽ പ്രതിരോധ സഹകരണമുണ്ട്. തുർക്കിയുടെ ബെയ്റാക്തർ ഡ്രോണുകൾ പാകിസ്ഥാൻ സൈന്യം കാര്യമായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. പാകിസ്ഥാനിൽ നിന്നും പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം 6 ഹെർക്കുലീസ് C-130 വിമാനങ്ങളാണ് കറാച്ചിയിൽ ഇറങ്ങിയത്. ബെയ്റക്തറിന് പുറമെ തുർക്കിയുടെ പുതിയ ലോയിറ്ററിംഗ് അമ്യൂണിഷനുകളും പാകിസ്ഥാൻ വാങ്ങിയെന്നാണ് സംശയം. ഇതിനു പുറമെ പാകിസ്ഥാന് ചൈന ദീർഘദൂര മിസൈലുകൾ എത്തിച്ചതായും സംശയങ്ങൾ ഉടലെടുത്തു. ഇന്ത്യയുമായി യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് പാകിസ്ഥാൻ എന്ന സംശയം ബലപ്പെടുകയാണ്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും തമ്മിലുള്ള നിർണായക കൂടിക്കാഴ്ച ഇന്ന് നടക്കുകയും ചെയ്യും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവാലും യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് സൂചനകൾ വ്യക്തമാക്കുന്നത്. ശക്തമായ പ്രതിരോധം തീർത്തില്ലെങ്കിൽ വലിയ യുദ്ധം തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധം വലിയൊരു ലോകയുദ്ധമായി മാറാനുള്ള സാധ്യതയുമുണ്ട്. ആരംഭത്തിൽ മാത്രം ഇത്രത്തോളം പ്രത്യാഘാതങ്ങൾ പാകിസ്ഥാനെതിരെ നടന്നതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഏത് രീതിയിലാണ് തിരിച്ചടിക്കുക എന്നുള്ളത് ഇന്ത്യ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. ശക്തമായ യുദ്ധം ഇനിയും പൊട്ടിപ്പുറപ്പെട്ടാൽ ഏതെല്ലാം രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഇന്ത്യ നേരിടേണ്ടി വരുമെന്നുള്ളതും തിരിച്ചറിയണം. ഡാം തുറന്നു വിടുകയും വെള്ളം പിടിച്ചു വെക്കുകയും ചെയ്തുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ചത് പാകിസ്ഥാനെ വല്ലാണ്ടങ്ങ് ചൊടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം പാകിസ്ഥാൻ വിവിധ ആയുധങ്ങളുമായി രംഗത്ത് വരുന്നത്. ഇത്തരത്തിൽ വിവിധ ആയുധങ്ങൾ പല രാജ്യങ്ങളിൽ നിന്നും പാകിസ്ഥാന് എത്തുന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ കാര്യത്തിൽ കുറച്ചധികം ഭീഷണി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ചൈന അടക്കമുള്ള രാജ്യങ്ങൾ പാകിസ്ഥാന് സഹായിക്കാൻ ഉണ്ടെങ്കിൽ ഇന്ത്യ കുറച്ചധികം തന്നെ സഹായവും അതുപോലെ തന്നെ പ്രതിരോധവും കടുപ്പിക്കേണ്ടതാണ്. ഇന്ത്യയിലേക്ക് ആക്രമണം അഴിച്ചുവിട്ട പാകിസ്ഥാന് ശക്തമായ രീതിയിൽ തന്നെ ഇന്ത്യ മറുപടി നൽകും എന്നുള്ളതും തീർച്ചയാണ്. ഇന്ത്യക്കാരെ ആക്രമിച്ചതിന്റെ ദേഷ്യവും വിദ്വേഷവും ഓരോ ഇന്ത്യക്കാരന്റെ ഉള്ളിലുമുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. തിരിച്ചടിക്കാൻ ഇന്ത്യക്കാർ തയ്യാറുമാണ്. ഭീകരരെ കാണുകയും അവരെ കാണുമ്പോൾ തന്നെ കൃത്യമായ ശിക്ഷ നൽകേണ്ടതും നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. പാകിസ്ഥാനിൽ ഒന്നും അറിയാതെ ജീവിക്കുന്ന പാവങ്ങളുണ്ട് എന്നുള്ളതും സത്യം തന്നെയാണ്. എന്നാൽ ഇന്ത്യയിലെ ഒന്നും അറിയാത്ത പാവങ്ങളെ വെടിവെച്ച് കൊന്നപ്പോൾ തീവ്രവാദികൾക്ക് കിട്ടിയ മനസ്സുഖം എന്താണ്, അവരുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് ഇപ്പോഴും വ്യക്തമാകാതെ നിലനിൽക്കുകയാണ്. അവരുടെ ഉദ്ദേശശുദ്ധി എന്തു തന്നെയായാലും ഒന്നും അറിയാത്ത പാവങ്ങളെ ഇല്ലാതാക്കിയതിന്റെ ശിക്ഷ അവർ നേടിയേ മതിയാകും. എന്തായാലും ഏതൊക്കെ രാജ്യങ്ങൾ നിങ്ങളെ സഹായിക്കാൻ എത്തിയാലും ഇന്ത്യ എന്ന രാജ്യം ചങ്കുറപ്പോടെ തന്നെ നിലനിൽക്കും. ഇന്ത്യയിലെ സൈനികരും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളും പാകിസ്ഥാനെതിരെ പൊരുതുമെന്നുള്ളത് തീർച്ചയാണ്. അതിന് ഇന്ത്യയിലെ ഓരോ ജനതകളും നെഞ്ചു വിരിച്ചു തന്നെ നിൽക്കും. പാകിസ്ഥാന്റെ ഏത് രീതിയിലുള്ള ആക്രമണമാണെങ്കിലും അതിനെയെല്ലാം പ്രതിരോധിക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് സാധിക്കും എന്നുള്ളതും തീർച്ചയാണ്. എന്തായാലും വലിയൊരു യുദ്ധം അരങ്ങേറേണ്ട സാഹചര്യം ഇനി ഉണ്ടായാൽ പോലും അതൊന്നും ഗൗനിക്കാതെ ഇന്ത്യ പൂർണ്ണ സുരക്ഷിതമായി തന്നെ ഇനി മുന്നിട്ട് നിൽക്കും.